ഒ.വി. വിജയൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ആ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ രവി എന്ന കഥാപാത്രവും ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ അഗ്നിസാക്ഷിയിലെ കഥാപാത്രമായ ദേവകി അന്തർജനവും ഒന്നിക്കുകയാണ് അതിരുകൾക്കപ്പുറം എന്ന നാടകത്തിലൂടെ. കലാകുവൈറ്റിൻ്റെ വേദിയിലാണ് രതീഷ് ഗോപി സംവിധാനം ചെയ്ത നാടകം അവതരിപ്പിച്ചത്. കലാകുവൈത്തിൻ്റെ അരങ്ങിലെ വെളിച്ചം ഒരിക്കലും അണയാറില്ല. സാംസ്കാരിക പരിപാടികളുമായി എപ്പോഴും സജീവമാണ്. ഇന്ന് ഇവിടെ സമന്വയം കലാസന്ധ്യ 2026 ഒരു കൊച്ചു നാടകം അതിരുകൾക്കപ്പുറം നമുക്ക് ആസ്വദിക്കാം. ഈ വേദിയിൽ ഒരു അസാധാരണ ഒത്തുചേരലാണ് നടക്കുന്നത്. കാലം വേർതിരിച്ചു വെച്ച രണ്ട് ജീവിതങ്ങൾ ഒരേ ചോദ്യങ്ങളുമായി ഇന്ന് ഇവിടെ ഒന്നിക്കുന്നു. ഒ.വി. വിജയൻ എഴുതിയ ഖസാക്കിന്റെ ഇതിഹാസം മലയാള സാഹിത്യത്തിന്റെ ആത്മാവിനെ തൊട്ടുണർത്ത കൃതിയാണ്. ആ നോവലിലെ രവി ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രക്കാരൻ മാത്രമല്ല, സ്വന്തം ഉള്ളിലെ ഇരുട്ടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മനുഷ്യനാണ്. ഊമൻകാവിന്റെ ചൂടും ഖദീജയുടെ ഓർമ്മകളും മൈമൂനയുടെ നിശബ്ദതയും അവന്റെ ഉള്ളിലെ ചോദ്യങ്ങളുടെ പ്രതിഫലനമായി മാറുന്നു. ഒടുവിൽ ഉത്തരങ്ങൾ കണ്ടെത്താതെ അവൻ ആ മണ്ണിലേക്ക് ലയിക്കുന്നു. ലളിതാംബിക അന്തർജനം എഴുതിയ അഗ്നിസാക്ഷി മറ്റൊരു ദിശയാണ്. ദേവകി ഒരു ഇല്ലത്തിന്റെ അതിരുകൾക്കുള്ളിൽ കുടുങ്ങിയ സ്ത്രീ മാത്രമല്ല, അവൾ ചോദ്യം ചെയ്യുന്നു, പൊരുതുന്നു, പുറത്തേക്ക് ഉയരുന്നു. നിശബ്ദതക്കുള്ളിൽ തന്നെ അവൾ തീപിടിക്കുന്നു. അതൊരു വിമോചനത്തിന്റെ കഥയാണ്. ഒന്നുള്ളിലേക്ക് വീഴുന്ന മനുഷ്യനും മറ്റൊന്ന് ഉള്ളിൽ നിന്ന് ഉയരുന്ന മനുഷ്യനും. ഇവർ ഇന്ന് രണ്ടുപേരും നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത്രയും കാലം കഴിഞ്ഞു, മനുഷ്യൻ മാറിയോ? പ്രവാസ ജീവിതത്തിൽ ഇന്ന് ഏകാന്തതയ്ക്ക് സ്ക്രീനിന്റെ വെളിച്ചം കൂടിയിരിക്കുന്നു. യുദ്ധങ്ങൾ പോലും ഇന്ന് ലൈവായി കാണാം. ഈ ലോകത്തേക്കാണ് രവിയും ദേവകിയും ഇന്ന് കടന്നു വരുന്നത്. കുവൈറ്റിലെ നാടക ഷോർട്ട് ഫിലിം സംവിധായകൻ രതീഷ് ഗോപിയുടെ സംവിധാനത്തിൽ അരങ്ങേറിയ അതിരുകൾക്കപ്പുറം. നമസ്കാരം. സമന്വയത്തിന്റെ വേദിയിൽ അതിരുകൾക്കപ്പുറം എന്നൊരു ചെറു നാടകം കണ്ടു. എന്താണ് അതിരുകൾക്കപ്പുറം എന്ന് ചിന്തിക്കാൻ കാരണം? അതിരുകൾക്കപ്പുറം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്നത്തെ കാലത്തെ നോക്കിക്കാണുന്നൊരു ചിന്തയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ മാറി വരുന്ന സാഹചര്യങ്ങളും മനുഷ്യൻ്റെ ഏകാന്തതയും പ്രവാസവും യുദ്ധവുമൊക്കെ പറയണം എന്നുള്ള ഒരു തോട്ട് വന്നു. അപ്പോൾ അത് വെറുതെ നമ്മൾ ഇങ്ങനെ ഒരു നാടകമായിട്ട് അത് ഒരാൾ ചുമ്മാ പറയുമ്പോഴത്തേക്കും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ചിന്തിച്ചത്. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ കേരള സാഹിത്യത്തിൽ തന്നെ രണ്ട് വ്യക്തികൾ അവരുടെ കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അപ്പോൾ ആര് വരും എന്ന ആശയത്തിൽ നിന്ന് നമ്മുടെ മലയാളത്തിലെ പിന്നെ ഖസാക്കിലെ രവിയേട്ടനും അഗ്നിസാക്ഷിയിലെ ദേവകിയും വന്നു. എന്താണ് രവിയേട്ടനെയും ദേവകിയും തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇത് പറയുമ്പോഴും അതിനകത്ത് രണ്ട് കോൺട്രാസ്റ്റ് വേണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം രണ്ട് ധ്രുവങ്ങളിലുള്ള വ്യക്തികൾ. അപ്പോൾ അത് ഖസാക്കിലെ രവി മാഷിനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു ഏകാന്തത അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പം അവിടെ അനീതിയും അന്ധവിശ്വാസങ്ങളും ഒക്കെ കണ്ടിട്ട് പോലും പുള്ളി ഒന്നും പറയാതെ അല്ലെങ്കിൽ അത് ഇങ്ങനെ നോക്കിക്കാണുക മാത്രമേ ചെയ്തത്. അതിനെ പ്രതികരിച്ചില്ല. അത് ഒരു കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ്. നേരെ മറിച്ച് ദേവകി എന്ന് പറയുമ്പോഴത്തേക്കും നവോത്ഥാനം ഉണ്ടാക്കാനും അല്ലെങ്കിൽ പ്രതികരിക്കാൻ അന്തർജനങ്ങൾ ആ കാലത്ത് നേരിടുന്ന അനീതി അല്ലെങ്കിൽ അവരുടെ അടിച്ചമർത്തലിനെ ആ ഇരുമ്പ് ചട്ടകൾ ഭേദിച്ചു വരാൻ ശ്രമിച്ചവരാണ്. അപ്പോൾ ഈ രണ്ട് പേരോട് വന്നു കഴിഞ്ഞാൽ അവർ ഇന്നത്തെ സമൂഹത്തെ കൂടുമ്പോൾ രണ്ട് ധ്രുവങ്ങളിലുള്ള ആൾക്കാർ രണ്ട് ചിന്താഗതിയുള്ള ആൾക്കാർ, രണ്ട് കാലഘട്ടത്തിലുള്ള ആൾക്കാർ ഇന്നത്തെ കാലത്തെ കാണുമ്പോഴത്തേക്കും അവരുടെ കണ്ണിലൂടെ കാണുന്നത് എന്താണെന്നാണ് നമ്മൾ. എന്തായാലും വളരെ ഭംഗിയായി ചെറിയൊരു സമയത്തിനുള്ളിൽ വലിയൊരു കാര്യം നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിലേക്ക് കാഴ്ചവെച്ചിരിക്കുകയാണ്. എന്തായാലും ഇനിയും ഒരുപാട് ഇതുപോലുള്ള ചിന്തകൾ ഉണ്ടാകട്ടെ, അതിനുള്ള വേദികൾ ഉണ്ടാകട്ടെ. നന്ദി. താങ്ക് യു. അതിരുകൾക്കപ്പുറം അതിലെ ഖസാക്കിലെ രവിയേട്ടനെ എങ്ങനെ ഉൾക്കൊണ്ടു? ഈ പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ശ്രീ ഒ.വി. വിജയൻ്റെ ഖസാക്കിൽ ഇതിഹാസം എന്ന നോവലിലെ രവി മാഷയുടെ കഥാപാത്രം എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ കേട്ടപ്പോൾ ആദ്യം എനിക്കൊരു ഭയം തോന്നുന്നത്. ഞാനിതിൻ്റെ സംവിധായകൻ ശ്രീ രതീഷുമായിട്ട് ഞാൻ സംസാരിച്ച് പുള്ളി തന്നൊരു ധൈര്യം, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ധൈര്യത്തിൻ്റെ മുകളിലാണ് ഇറങ്ങി പുറപ്പെട്ടത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഇതിൻ്റെ കീഴിലും ഡയലോഗുകൾ പഠിച്ച് ദേവകി എന്ന് പറഞ്ഞ ശ്രുതിയുടെ കഥാപാത്രത്തിൻ്റെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിൻ്റെ അർത്ഥത്തിൽ അങ്ങോട്ട് ചെയ്തതാണ്. ഇപ്പോഴത് ചെയ്തു കഴിഞ്ഞപ്പോഴും അത് എങ്ങനെയെന്നുള്ളതൊരു സത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല. നന്നായിട്ടുണ്ട്. കാരണം ആ വികാരങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ മുഖത്ത് മാറി മറിയുന്നത് കണ്ടു. കാരണം ഇപ്പോൾ ഒരുപാട് നാടക വേദികളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് അതിനെ ശരിക്കും ഗുണം ചെയ്തു. അഗ്നിസാക്ഷി ദേവകിയമ്മ അല്ലേ? ദേവകിയമ്മ എന്നൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡായിരുന്നു അല്ലേ? എങ്ങനെയാണ് ജീവിതത്തിലും കുറച്ചൊക്കെ ബോൾഡാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ ഒരു ഡയലോഗൊക്കെ ഉള്ള ഒരു നാടകം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ എന്താ പറയുക, കഥകളി, കൂടിയാട്ടം, അങ്ങനെ ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒരു ഡയലോഗ് പ്രസന്റേഷനും ഇതൊക്കെ ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ ചേട്ടനൊക്കെ ഒരുപാട് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പിന്നെ രതീഷേട്ടൻ പറഞ്ഞ് അങ്ങനെ വന്നിട്ടുള്ളതാണ്. ദേവകിയമ്മ എന്ന കഥാപാത്രത്തോട് കൂറ പുലർത്താൻ പറ്റുമോ? കാണികളല്ലേ പറയേണ്ടത്. എന്ത് തന്നെയാലും അവരുടെ ഭാഗം വളരെ ഭംഗിയായി ചെയ്ത് തീർത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഈ കണ്ട ഓഡിയൻസ് ദേവകിയമ്മയെയും രവിയേട്ടനെയും ഏറ്റെടുത്തു. ചെറിയൊരു സമയത്തിനുള്ള വലിയൊരു കഥ ഇവർ പറഞ്ഞു തന്നു പുതിയൊരു സമൂഹത്തിലേക്കായിട്ട്. ഇനിയും ഒരുപാട് വേദികൾ ഇവർക്ക് ലഭിക്കട്ടെ. ആശംസകൾ. ഖസാക്കിലെ രവിയേട്ടനും അഗ്നിസാക്ഷിയിലെ ദേവകിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾക്ക് തന്ന് അരങ്ങിൽ നിന്നൊഴിഞ്ഞു. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നമ്മൾ കണ്ടെത്തണം. കുവൈത്തിൽ നിന്നും ക്യാമറമാൻ അദ്വൈതിനോടൊപ്പം IV സുനേഷ് വേങ്ങര.